ജെൻസികൾ നല്ല കുട്ടികളാണ്, പക്ഷേ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും നല്ലത് കേൾക്കാനും താല്പര്യമില്ലാത്തൊരു അവസ്ഥയുണ്ടോ എന്നൊരു സംശയമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിവാഹം എന്ന കോൺസെപ്റ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോയി. ഇത് വെറും സെക്സിന് വേണ്ടിയിട്ടുള്ള മാത്രമായിട്ടുള്ള സംവിധാനമായിട്ട് മാറി. പണ്ട് മാർഗ്ഗങ്ങൾ കുറവല്ലേ, മതിൽ ചാടുക എന്ന് പറയും. ഇപ്പം മതിൽ ചാടണ്ട, വീട്ടിനകത്തിരുന്നാൽ മതി, ആൾ ഇവിടെ വരിക, എവിടെ വേണേലും എന്തെങ്കിലും കൂടെ കാര്യങ്ങൾ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളും കൂടെ, അതുകൊണ്ടാണ് ഈ അവിഹിതം ഉണ്ടാകുന്നത്. അല്ല, ഒരു പരിധിവരെ അതിനകത്ത് അച്ഛനും അമ്മയ്ക്കും റോള് ഇല്ലാതില്ല ഈ മക്കളിങ്ങനെ ആകുന്നുണ്ട്. കാരണം അവർ ഓരോ വ്യക്തികളാണ്, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, അവർ സ്വയം പര്യാപ്തരാകാൻ വേണ്ടി അവരെ മാറ്റിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു കാര്യത്തിൽ ഇടപെടാതെ അവരെ ഇങ്ങനെ അങ്ങ് സ്വന്തം ഇഷ്ടപ്രകാരം വിട്ട് അത് വഷളാക്കുക എന്ന് തന്നെ പറയണ്ട. അവരെ നിയന്ത്രിക്കേണ്ടടുത്ത് കൃത്യമായി നിയന്ത്രിക്കുക. അവർക്കൊരു തിരിച്ചറിവും വിവേകവും ഉണ്ടാകുന്നത് വരെ അവരുടെ കൂടെ നിൽക്കേണ്ടതാണ്. അമ്മയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 2 ലക്ഷമുള്ളൊരു വാക്കല്ല, അതിപ്പോൾ എപ്പോഴും ഒരു വല്ലാത്ത വികാരമാണ്. കാരണം അവരൊക്കെ, ഞാൻ ആ സമയത്തൊക്കെ ഞാൻ പഠിച്ചു ബാല്യത്തിലൊക്കെ ചിലപ്പോൾ അമ്മയായിട്ടൊക്കെ നമ്മൾ വഴക്കിടുകയൊക്കെ നമുക്കറിയില്ല. പിന്നീട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അമ്മ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് തർക്കുത്തരത്തിനൊരു കുറവില്ലല്ലേ? ഞാൻ തർക്കുത്തരത്തിൽ റാണിയാ. ഇത് ഹോട്ട് സീറ്റ് അല്ലാത്തോണ്ട് ദൈവമേ കൺട്രോൾ തരണ്ടേ. ഓക്കെ, അതായത് ഈ കലാകാരന്മാർ ഇന്ന് എല്ലായിടത്തും, പണ്ടെന്ന് പറഞ്ഞ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ, സീരിയൽ അല്ലെങ്കിൽ ഇതുപോലുള്ള വെബ് സീരീസ് ഇല്ലെന്ന്, സിനിമ, സീരിയൽ അത് മാത്രമേ ഉള്ളൂ കലാകാരന്മാരെന്ന് പറയുന്നത്. അതായത് അഭിനയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അവരെ മാത്രമാണ് ആൾക്കാർ സെലിബ്രിറ്റികളായിട്ട് അല്ലെങ്കിൽ താരങ്ങൾ എന്ന് കണ്ടുകൊണ്ട്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എവിടെ തുറന്നാലും സോഷ്യൽ മീഡിയ താരങ്ങളാണ്. ഒരാൾക്ക് താരമാവണമെന്ന് വെച്ചാൽ ഞാൻ താരമായിരിക്കുമെന്ന ലെവലിലേക്ക് കാര്യങ്ങൾ മാറി. അതിനൊരു ക്യാമറ വേണ്ട, സാധാരണ ഒരു ഫോണും ഒരു ചെറിയ മൈക്ക് പോലും വേണ്ട, ഒരു റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നാണമില്ലാതെ റോഡ് മതി, അത്യാവശ്യം സംസാരവും, അത് ഭാഷ പോലും ഇന്ന് അച്ചടി ഭാഷ വേണ്ട, കോഴിക്കോടനാവാം, കാസർഗോഡാവാം, ഈ പറഞ്ഞ തിരുവനന്തപുരം ആവാം, എന്തും ആവാം, അങ്ങോട്ട് പറയും. വ്യാകരണം വേണ്ട, ശൈലി വേണ്ട, ഒന്നും വേണ്ട, സബ്ജക്റ്റ് വേണ്ട, കോണ്ടന്റ് വേണ്ട. കോണ്ടന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് പോലും ചില വീഡിയോ മില്ലടിച്ച് നോക്കും, ഞാൻ ഞെട്ടിയിട്ടുണ്ട് ഇത് എന്താണ് സംഭവം. അപ്പോൾ എന്തും കാണിച്ചും ഇന്ന് സെലിബ്രിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു അത് ഞാൻ ഇൻഫ്ലുവൻസേഴ്സിലേക്കാണ് വരുന്നത്. അതായത് ഒരു ഇൻഫ്ലുവൻസർ ആകണമെങ്കിൽ അതിന് മാനദണ്ഡങ്ങളൊന്നും ഇല്ല, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സമൂഹം അങ്ങോട്ട് മൂല്യച്യുതിയിലേക്ക് വീണു പോയോ? അത് ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ തള്ളവൈബെന്ന് പറയും നാട്ടുകാർ, എന്നാലും കുഴപ്പമില്ല. എന്നാലും എനിക്ക് ചോദിക്കാനുള്ളതാണ്, എന്ത് കാണിച്ചാലും ഒരു ലെവലിൽ, ഏത് ലെവലിൽ, ഒരു ലോ ലെവലിലാണെങ്കിലും എന്ത് ക്യാമറയിലൂടെ കാണിച്ചും ഫെയിം ആകാമെന്നൊരു ഇതാണ് ഇന്ന് നാട്ടുകാർക്ക്. ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള പേര് തന്നെ എനിക്ക് വലിയ യോജിപ്പുള്ളതല്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഈ കാണിക്കുന്നതിനെ ഇവരെയൊക്കെ ഇൻഫ്ലുവൻസർ എന്ന പേര് വിളിക്കാമോ എന്നൊരു സംശയം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ എന്തും ചെയ്യാനുള്ളൊരു സാധ്യത ഇവിടെ തുറന്ന് കിട്ടി എന്നുള്ളത് കൊണ്ട് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതോ ദുരുപയോഗം ചെയ്യുന്നതോ സ്ത്രീകളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പറഞ്ഞ പോലെ മറ്റ് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ, ഒരു സോഷ്യൽ കോണ്ടാക്റ്റും ഇല്ലാതെ മുറിക്കകത്തിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒതുങ്ങിയ സ്ഥലത്തിരുന്ന് കാറിലിരുന്നോ എവിടെയെങ്കിലും ഇരുന്നോ ഇവർക്ക് ഇന്ന് എന്തെങ്കിലും പടച്ചു വിടുന്നത് കൊണ്ട് പിറ്റേ ദിവസം താരമാകാൻ പറ്റുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇതിന് എവിടെ വാല്യൂ ഉണ്ട്? ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ടെലിവിഷനിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഒരു ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ നായകനാകുന്നതിന് തുല്യമായിരുന്നു ഒരു കാലത്ത്. 2-3 ചാനലുകൾ അല്ലെങ്കിൽ 4 ചാനലുകളുള്ള ഒരു കാലം. ഇപ്പം ആ സ്ഥാനത്ത് ഇപ്പം ഒരുപാട് ചാനലുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതാ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഒരു ഇപ്പോൾ ആരോ തമാശയ്ക്ക് പറയുന്നു, ഒരു റേഷൻ കാർഡിന് 4 യൂട്യൂബ് ചാനൽ വെച്ച് ഇന്നുണ്ട്. ആ അവസ്ഥയിലാണ് ഒരു വീട്ടിൽ തന്നെ 4 ചാനലുകളാണ്. അപ്പോൾ ഈ എല്ലാവരും ഒരു ദിവസം കൊണ്ടങ്ങ് താരമായി മാറുക. ആളുകൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതിന് ഒരു നിശ്ചയവുമില്ല. എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് കാണാൻ ആളില്ല. ഇല്ല അത് വളരെ കറക്റ്റാണ് കേട്ടോ. ഞാനത് നമ്മുടെ ഈ ധന്യാവർമ്മ എന്ന് പറഞ്ഞ യൂട്യൂബ് നല്ല ജേർണലിസ്റ്റാണ്. അവരുടെ ചാനലിൽ ഒരു മോശം വേർഡ് പോലും അവർ പറയുന്നില്ല. വളരെ സട്ടിലായിട്ട് പണ്ട് നമ്മൾ ദൂരദർശനിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന പോലത്തെ, ഇന്ത്യ കണ്ടിരുന്ന പോലത്തെ ഒരു അടിപൊളി ഇന്റർവ്യൂ ആണ്. അവരെല്ലാ സെലിബ്രിറ്റികളും അവർ വന്ന വഴി അതാണ്, അവരുടെ റൂട്ട് അതാണ്. ബട്ട് അവരുടെ വ്യൂസ് നോക്കിക്കോണം മുൻഷി, കൂടി വന്നാൽ ഒരു 100K അല്ലെങ്കിൽ 120K. മറിച്ച് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരുന്ന ചാനലിൻ്റെ ഹോട്ട് സീറ്റിനെ നോക്കുകയാണെങ്കിൽ 4 million ആണ്. ഞാൻ എന്താണ് അതിനകത്ത് പറയുന്നത്? ഞാൻ ധന്യവർമ്മയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതൊക്കെ മേലെ പോകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു സിറ്റുവേഷൻ അതായതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു. പക്ഷേ അവരെന്നെ ഉപയോഗപ്പെടുത്തി ആ ചാനൽ, ബിക്കോസ് അവർക്ക് വേണ്ടത് ഇതായിരുന്നു ഈ കാലത്തിനനുസരിച്ചുള്ള. അത് അവർ സക്സസ് ആയി.
പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരുടെ ഐഡന്റിറ്റി അതായതുകൊണ്ട് പുള്ളിക്കാരി ആ ഒരു ലെവൽ വിട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നിയോണ്ടാണ് അവരത് അങ്ങനെ പോകുന്നത്. അപ്പം മുൻഷി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണത്. എനിക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി വേണ്ട, എനിക്ക് ഇത്രയും മതി, ഞാൻ എന്താണോ അത് വെച്ചുള്ള പബ്ലിസിറ്റി എനിക്ക് മതി. അല്ല, ആ പബ്ലിസിറ്റി അല്ല, നമുക്ക് അതിനുള്ള ഇൻകവും. ഇപ്പം ആളുകൾ പറഞ്ഞാൽ അത് റീച്ച് കിട്ടും, അതിലൂടെ ചേട്ടാ ഇപ്പം ആളുകൾ അത്യാവശ്യം കുറച്ച് പേര് അറിയാം, ആ റീച്ചിലൂടെ നമുക്ക് പണം കിട്ടുമെന്നാണ്. അങ്ങനെ പണം വേണ്ട, പണം ഉണ്ടാക്കാൻ ഇന്ന് നമുക്ക് അങ്ങനെ കഞ്ചാവ് നടത്തിയാൽ പോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്തുന്നുണ്ടല്ലോ, എന്തെല്ലാം സാധ്യതകളുണ്ട്. നമുക്ക് ജീവിതത്തിൽ നമുക്ക് കുറച്ച് വാല്യൂസ് ഉണ്ടെന്ന്, ഈ വാല്യൂസ് എല്ലാം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ സമൂഹത്തിനെതിരായിട്ടുള്ള രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളായിട്ട് നടന്നു പോകുന്നത്. വാല്യൂസ് വേണം എപ്പോഴായാലും, മൂല്യങ്ങളിലൂടെ മാത്രം ജീവിക്കുക. നമ്മൾ എല്ലാവരും അത് ഫോളോ ചെയ്തേ പറ്റൂ. അത് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞാൽ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു മൊബൈൽ കൊണ്ട് താരമായ ഒരാൾ ഇവർക്ക് അറിയില്ല ഇവരെങ്ങനെ സംഭവിച്ചു ഇതെന്ന്. അവർ തന്നെ അന്തം വിട്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം അവരെവിടെയെങ്കിലും ചെല്ലുമ്പോഴേ ആളുകൾ കൂടുന്നു, ബഹളം വയ്ക്കുന്നു, സെൽഫി എടുക്കുന്നു. അപ്പോൾ പിന്നെ അവർ മറന്നു പോവുകയാണ്. പിറ്റേ ദിവസം അവരെന്താ കാണിക്കുന്നത് അവർക്ക് അറിയത്തില്ല. കാരണം ഓരോരുത്തരും ഇഷ്ടം കൂടുമ്പോൾ ഈ ഇഷ്ടത്തിനെ ദുരുപയോഗം ചെയ്യുന്നു. ഇവിടെ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ്, മോട്ടിവേറ്റേഴ്സ് ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഈ 100-ൽ 1 പുറത്തു വരുന്നുള്ളല്ലോ. ഇത് അപ്പോൾ എത്രമാത്രം മറ്റേ എന്താണ് ഈ ഐസ്ബർഗ് എന്താണ് പറയില്ല, ഈ മറ്റേ കടലിൽ ഐസ്ബർഗ് മേളിൽ കുറച്ചേ ഉള്ളൂ, അതിന്റെ എത്രയോ ഇരട്ടി താഴെയാണെന്ന് പറയുന്നത്. അതുപോലെ നമ്മളറിയാത്ത സംഭവങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ അന്വേഷിച്ചിട്ട് എനിക്കിത് എവിടെയാണ് ഇത് നടക്കുന്നതൊന്നും അറിയുന്നില്ലെന്ന്. എന്താ വല്ല പ്ലാനും ഉണ്ടോ? ചുമ്മാ ടൈം പാസിന് ഞാനൊരു ഇൻഫ്ലുവൻസർ, മോട്ടിവേറ്ററാ. അത് നല്ലതാ. ഈ മോട്ടിവേറ്ററെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് മോട്ടിവേറ്റർമാർ ഒരുപാട് നല്ലവണ്ണം സംസാരിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഇവരെല്ലാം തരുന്ന മെസ്സേജസ് എല്ലാം ഇതുപോലെ എടുക്കാൻ നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ നാട് നശിച്ചു പോവുകയുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു സിറ്റുവേഷന് പറ്റിയ ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഒരു മനുഷ്യൻ്റെ ജീവിത അവസാനം വരെ ഒരു ആയുസ് മൊത്തം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അല്ലെങ്കിൽ തന്നെ അയാൾ മനസ്സിലാക്കിയിരിക്കുന്ന, അയാൾ വളർന്ന സാഹചര്യത്തിലൂടെ, അയാൾ അറിഞ്ഞതിലൂടെ പറയുന്ന ഒരു സംഭവം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ എല്ലാവരും പറയും ഇന്നലെ നിങ്ങളുടെ കയ്യിലല്ല, പാസ്റ്റ് ഈസ് പാസ്റ്റ്, നാളെ നമ്മുടെ കയ്യിലല്ല, അത് നമുക്ക് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, നമുക്ക് മുന്നിലുള്ള ഇന്നാണ്, നിങ്ങൾ ഇന്നിൽ ജീവിക്കുക. അതാണ് ഇവന്മാർ ഇന്നിൽ ജീവിക്കുന്നത്. മറ്റേ ഇതുമൊക്കെ ആയിട്ട് ഇന്നിൽ ജീവിച്ചു പോകുക ഒരുപാട് പേര്. നാളത്തെ കുറിച്ചൊരു ചിന്തയില്ല, കൈ ചെയ്യുന്ന എന്താണെന്നൊരു ബോധമില്ല. എന്നാൽ ഇവർ പറഞ്ഞ ഇന്നിൽ ജീവിക്കുക എന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം അവരിലേക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഈ മോട്ടിവേറ്റേഴ്സ് ഇങ്ങനെ അങ്ങ് പ്രസംഗിച്ച് അങ്ങ് വിടും. ഇത് കേട്ടിട്ട് ഓരോരുത്തർ ഓരോ തോന്നിവാസങ്ങൾ കാണിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലല്ലോ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, അതെങ്ങനെ ആപ്ലിക്കബിൾ ആകുമെന്നുള്ളതാണ്. അതെ. അപ്പം അതുകൊണ്ട് അതിനെ ഒന്നും ഫോളോ ചെയ്തു പോകല്ലേ എന്നാണ് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ജീവിതത്തിലൂടെ അറിയുന്നതും മനസ്സിലാക്കുന്നതും കണ്ടതും കേട്ടതും അതിലൂടെ നമ്മൾ അത് അറിവല്ലാതെ ജീവിതത്തിൽ വേണ്ടത് തിരിച്ചറിവാണ് പ്രധാനമായിട്ടും ജീവിക്കാൻ വേണ്ടത്. അതെ, കാരണം ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ, ഇപ്പോൾ എനിക്കൊക്കെ പോലും വിശ്വസിക്കാൻ, ഞാൻ അയാളെയൊക്കെ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മുൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, അത് അറസ്റ്റിലായി. അതുപോലെ മാരേജിൻ്റെ അനന്ത സാധ്യതകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അതായത് എങ്ങനെ വേണം ഒരു പുരുഷനും സ്ത്രീയും ജീവിക്കേണ്ടത്, സ്നേഹാദരങ്ങളോട് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ മനുഷ്യൻ. ഫിലാക്കോലി എന്താണ് അയാളുടെ പേരെനിക്കറിയത്തില്ല, അങ്ങനെ ഒരു കോലിയായിരുന്നു. പുള്ളിയും ഭാര്യയും കൂടെ തമ്മിൽ തല്ലി, നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അവസാനം അങ്ങേരെ ഭാര്യ അയാൾക്കെതിരെ കേസ് കൊടുത്തു. അയാളെ പോലൊരു അബ്യൂസർ ലോകത്തില്ലെന്ന് അവർ വിളിച്ചു കൂവി. അപ്പോൾ ഇവരൊക്കെ ഈ ക്യാമറയുടെ മുമ്പിൽ വന്ന് കാണിക്കുന്നത് പൊള്ളയായ കാര്യങ്ങളാണെന്ന് വീണ്ടും തെളിയിച്ചു. അതിൽ ഈ ഇപ്പോൾ അറസ്റ്റിലായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, കാണാൻ സുമുഖൻ, കുട്ടികൾക്ക് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഭിന്നശേഷിക്കാരിയ ഒരു യുവതിയോടാണ്, ഒരു കുട്ടിയോടാണ് ഈ ക്രൂരത ചെയ്യുന്നത്. ഒരു കുട്ടി, ആ കുട്ടിയോട് ഇത് ചെയ്തപ്പോൾ അയാളുടെ മുഖത്തെ സത്യം പറഞ്ഞാൽ ഞാൻ ആ കമൻറ്റാണ് ആദ്യം കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കി. ഇത് ഫസ്റ്റ് ഈ അറസ്റ്റ് വാർത്ത കേട്ടപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു ഇതില്ല, ഒരിക്കലും ഇല്ല, പുള്ളിയെ പെടുത്തിയതാണെന്ന് ഞാൻ പോലും പറഞ്ഞു. അപ്പോൾ ഞാൻ കമൻറ്റ് വായിക്കുമ്പോൾ അതിനകത്ത് വരുന്നിരിക്കുന്ന ഒരു 85% കമൻറ്റിലും ഉറപ്പാണ് ഇത് ഇദ്ദേഹത്തെ പെടുത്തിയതാണ്. അപ്പം ആ കുട്ടിയുടെ അമ്മയെക്കുറിച്ചും അവർ മോശമായിട്ട് ഇവരോട് സംസാരിച്ചതിനെക്കുറിച്ചും, അങ്ങനെയാണ് പൈസയ്ക്ക് വേണ്ടി വില വീശി, അങ്ങനെ പല വാർത്തകൾ. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യ വന്ന് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയും, പിന്നീട് വാർത്ത തീർച്ചയായിട്ടും ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ പോലീസുകാരൻ തന്നെയാണ്. ഒരു തെളിവില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥരെ അയാൾ അറസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് പോയില്ല പെട്ടെന്ന്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് അത്രമാത്രം സമൂഹത്തിലുണ്ടായിരുന്നു, മോട്ടിവേഷൻ്റെ ആ ഒരു എഫക്റ്റ്. അത് മുൻഷി പറഞ്ഞ തന്നെയാണ് കാര്യം. ഇതിൻ്റെ ഒന്നും പുറകെ പോകാതിരിക്കുക, നമ്മൾ എന്താണോ നമ്മളായിട്ട് തന്നെ ജീവിക്കുക, അല്ലേ?
അല്ല നമ്മൾ സ്വയം തിരിച്ചറിയണം. നമ്മളിലൂടെ മറ്റുള്ളവരുടെ പല കാര്യങ്ങളും നമുക്ക് എടുക്കും. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഞാൻ ശാരീരിക ചിലപ്പോൾ വിളിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ ഇമോഷണലി ഇച്ചിരി ഒരു ഡൗൺ ആയിട്ടിരിക്കുകയാണ്, അപ്പം ഞാൻ എന്താണ് സംഭവം എന്ന് പറയുമ്പോൾ ശാരീരിക കുറച്ച് കാര്യങ്ങൾ പറയും. ഈ ശാരീരിക പറഞ്ഞ എല്ലാം അങ്ങോട്ട് അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് ആ വഴി പോയാൽ അത് ശാരീരിക മാത്രം കാഴ്ചപ്പാടാണ്. എൻ്റെ ലൈഫിന് എങ്ങനെ ശരിയാകും? അപ്പം ഞാനത് കുറച്ചെടുക്കാം, ആ പോയിന്റ് കൊള്ളാം, അത് മനസ്സിലാക്കാം. അല്ലാതെ ഉപദേശങ്ങൾ തേടാം, തീരുമാനം നമ്മുടേതാണ് എന്ന് പറയാം. അപ്പോൾ അതെല്ലാം കേൾക്കാം, പക്ഷേ അതിനെല്ലാം ഫോളോ ചെയ്യാൻ പോകരുത്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ്. അതിനിടയ്ക്ക് നേരത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കും, എനിക്ക് ചിലവരെ ഇതൊരു അഭിപ്രായമുണ്ട്. അതായത് സ്ത്രീകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടുതൽ ദുരുപയോഗിച്ചത്, പുരുഷനെ ദുരുപയോഗം ചെയ്യുന്നില്ലേ? അല്ല, സ്ത്രീകളാണ് കൂടുതലെന്ന് പറഞ്ഞതേ ഉള്ളൂ, പുരുഷന്മാർ ചെയ്യുന്നില്ലെന്നുള്ള. പുരുഷന്മാരെന്താ 1000 പുരുഷന്മാർ ചെയ്യുമ്പോൾ ഒരു 10 സ്ത്രീ ചെയ്യുന്നു. ഇന്ന് സ്ത്രീകൾക്ക് കാശുണ്ടാക്കാനുള്ള ഒരുപാട് സാധ്യതകൾ സോഷ്യൽ മീഡിയ തുറന്നു വെച്ചിട്ടുണ്ട്. അവർക്ക് എന്താ സബ്സ്ക്രിപ്ഷനോ അങ്ങനെ എന്തൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ഇട്ടാൽ തന്നെ അവർക്ക് സ്ത്രീയുടെ കൂടെ ഒരു പുരുഷനും കാണും. ഇത് കാണുന്ന പുരുഷന്മാരല്ലേ? കാണുന്നെല്ലാം പുരുഷന്മാരാ, പിന്നെ എല്ലാ സ്ത്രീകളിരുന്ന് കാണുമോ? പിന്നെ നമ്മളിട്ടിട്ട് ഒരു സ്ത്രീ കാണുന്നു. ഞാൻ കുറച്ച് ചാച്ചിരി ബണ്ണിയനൊക്കെ ഷർട്ടൊക്കെ മാറ്റിയിട്ട് ആരെങ്കിലും സ്ത്രീകൾ കാണട്ടെന്ന് വിചാരിച്ചു, ആരും കാണത്തൊന്നുമില്ല. ഈ സ്ത്രീകൾ കാണിച്ച് കാണുന്നതെല്ലാം പുരുഷന്മാർ തന്നെയാണ്. അല്ലാതെ ഇപ്പൊ ഈ ഈ അവിഹിതങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുള്ളൂ. ഈ അവിഹിതം നടക്കുമ്പോൾ പോലും ഈ പുരുഷനും സ്ത്രീയും കൂടെ ഒരുമിച്ചാലേ ഈ അവിഹിതം നടക്കുള്ളൂ. അത് സ്ത്രീയെ മാത്രം കുറ്റം പറയുകയോ അല്ലെങ്കിൽ പുരുഷനെ മാത്രം കുറ്റം പറയുകയോ ചെയ്തില്ലേ. ഈ പുരുഷൻ്റെ അവിഹിതത്തിന് പോകുമ്പോൾ പുരുഷൻ്റെ വീട്ടിൽ വേറൊരു സ്ത്രീ ഉണ്ട്. ഈ സ്ത്രീ ഒരു അവിഹിതത്തിന് പോകുമ്പോൾ സ്ത്രീയുടെ വീട്ടിൽ മറ്റൊരു പുരുഷനുണ്ട്. ഈ രണ്ടുപേരുടെയും കാര്യമാണ് ഞാൻ ആലോചിച്ചത്. ഇവർ തമ്മിൽ എന്തുകൊണ്ട് അവിഹിതമായിക്കൂടാ? അതെ. അല്ല, അപ്പൊ അത് പറഞ്ഞപ്പോഴേക്കാണ് നമ്മൾ മാരേജിനെ കുറിച്ച് എനിക്ക് മുൻഷിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അയ്യോ, അത് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ ആണല്ലോ. അതായത് ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു മാരേജിന് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ നേരത്തെ പല ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇതേ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. അതിന് മുൻഷിയുടെ ഒരു വേർഷൻ ഓഫ് തിങ് ആണ് എനിക്ക് കേൾക്കേണ്ടത്. ആവശ്യമുണ്ട്, മാരേജ് ആവശ്യമുണ്ട്. എന്തിനാണത് എന്ന് പറഞ്ഞാൽ 100% എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പൊ നമ്മൾ ഏത് സ്റ്റേറ്റ് 5 + 5 = 10 നമ്മൾ ഇവിടെ ഇരുന്ന് കൂട്ടിയാലും ചേർത്തലയിൽ ഇരുന്ന് കൂട്ടിയാലും കാശ്മീരിൽ ഇരുന്ന് കൂട്ടിയാലും കറക്റ്റ് ആണ്. പക്ഷേ ഈ കാര്യങ്ങൾ ഇത്തരം സാമൂഹ്യപരമായ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു 100% ആക്യുറസി ആയിട്ടല്ല നമ്മൾ പറയുന്നത്. അതിനകത്ത് ഭേദങ്ങളുണ്ടാകും. മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഫോം ചെയ്തത് തന്നെ എൻ്റെ ചിന്തയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പരിധിവരെ. കാരണം ഈ നമ്മുടെ നാട്ടിലെ നിയമങ്ങളുടെ പ്രാകൃത രൂപം, ആദ്യത്തെ രൂപം എന്താണെന്ന് അറിയാം, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അതായിരുന്നു ആദ്യത്തെ നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഞാൻ പറയുന്നത് എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നീ അവിടെ പോടാന്ന് പറഞ്ഞാൽ പോയിക്കോണം, അതാണ്. അപ്പോൾ അബലകളായിട്ടുള്ള സ്ത്രീകളും അബലന്മാരായിട്ടുള്ള പുരുഷന്മാരും അതനുസരിക്കേ നിർവാഹമുള്ളൂ. അങ്ങനെയാണല്ലോ ഓരോ തലവന്മാരും രാജാക്കന്മാരും പ്രമാണിമാരും ഒക്കെ ഉണ്ടായി വരുന്നത്. ഇതിനെയൊക്കെ അബലകളും അബലന്മാരുമായിട്ടുള്ളവരെ അല്ലെങ്കിൽ ദുർബലന്മാരായിട്ടുള്ളവരെ പ്രബലന്മാരുടെ കൂട്ടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനയും നിയമസംഹിതകളും പിന്നീട് കാലകാലങ്ങളിൽ ഉണ്ടായത്. അതായിരിക്കണമല്ലോ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ മുമ്പ് ആദ്യകാലങ്ങളിൽ കയ്യൂക്കുള്ള പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാണാൻ കൊള്ളാവുന്ന സ്ത്രീകൾ എന്നുള്ളൊരു വൈപ്പിലാണ് നമ്മുടെ നാട് നടന്നു പോയത്. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കല്യാണം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ, കല്യാണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ ആയി വരുമ്പോൾ, സ്ത്രീ ഒരാളിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ സേഫായി. ഏറെക്കുറെ പണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ പലയിടത്തും സംഭവിക്കുന്ന പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയോട്, വിവാഹം കഴിയാത്തൊരു സ്ത്രീയോടോ അല്ലെങ്കിൽ വിവാഹമോചിതമായിട്ടിരിക്കുന്ന സ്ത്രീയോടോ കാണിക്കുന്ന പോലൊരു അപ്രോച്ച് മറ്റു പുരുഷന്മാർ കാണിക്കത്തില്ല. ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ ഭർത്താവ് തന്നെ കാണിക്കുന്നുണ്ട്. അല്ല, ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ശരി ഒരു കഥ, ഒരു സംഭവം പറയാം. അതായത് ഒരു സ്ത്രീ വളരെ അടുത്ത് നല്ല, ഇപ്പോൾ ശാരീരിക പ്രായമുള്ള ഒരാളാണെങ്കിൽ വളരെ അടുത്ത് നല്ല സൊസൈറ്റിയിൽ നല്ല ആണുങ്ങളും എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഇടപെട്ട് സാമൂഹ്യ പ്രസക്തിയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, വളരെ ഹാപ്പി ആയിട്ട് പോവുക. ഈ യാത്രയിൽ ഈ പോക്കിൽ എപ്പോഴും ആണ് അറിയുന്നത്, അതുവരെ വിചാരിച്ചിരുന്നത് ഇവരുടെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുകയാണ്, ഭർത്താവ് ഉണ്ടെന്നാണ്. ഇവർ സെപ്പറേറ്റഡ് ആണെന്ന് അറിഞ്ഞ ഒരു നിമിഷം മുതൽ പിറ്റേ ദിവസം മുതൽ ഇവരുടെ പെരുമാറ്റം വേറെയാണ്. എന്തുവാടോ ഇയാളിങ്ങനെ ഈ രീതിയിൽ ചേച്ചിന്ന് വിളിച്ചാലോ? മനസ്സിലായില്ലേ? ആ അപ്രോച്ച് മാറി, മാറും. അത് നമ്മുടെ സമൂഹത്തിൻ്റെ രീതി അങ്ങനെയായി തന്നെയാണ്. പക്ഷെ കാലകാലങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. മുമ്പ് ആയിരുന്നതിൻ്റെ ഒരുപാട് മാറിയിട്ടുണ്ട്.
അപ്പോൾ ഈ വിവാഹം എന്ന് പറയുന്നത് ഒന്ന് ഞാൻ പറഞ്ഞ പോലെ സ്ത്രീയെ സംരക്ഷിക്കാൻ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു കാഴ്ചപ്പാട്. രണ്ടാമത് വിവാഹം വരുമ്പോൾ തന്നെ വിവാഹമോചനം ഉണ്ടല്ലോ, അതുകൊണ്ട് ചിന്തിക്കണം. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കാലത്ത് വളരെ കൂടുതലാണ്. അതിന് ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മുമ്പ് ഒരു വിവാഹാലോചന വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുരുഷൻ അവിടെ ഏറെക്കുറെ മിക്കവാറൊക്കെ തൊട്ടടുത്ത ഗ്രാമമാണെങ്കിൽ പോലും പരസ്പരം അറിയാൻ പറ്റും. അവിടുത്തെ ഒരു രാജേന്ദ്രൻ്റെ മകനുണ്ട്, ഒരു സുരേഷ്, അങ്ങനെയൊക്കെ ജോലിയുണ്ട്, നമുക്കൊന്ന് ആലോചിച്ചാലോ ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക്, പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അവന് വേറെ വല്ല മതിലിയാട്ടം ഉണ്ടോ, കുൽസിത പ്രവൃത്തികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് ഇവിടെ നിന്ന് ഒരാൾ പോയി പരിസരത്തൊക്കെ പോയി അവിടെ ചായക്കടയിൽ പോയിട്ട് ഇവിടെ ഒരു രാജേന്ദ്രനുണ്ട്, പുള്ളി അങ്ങനെയുണ്ട്, പുള്ളിയുടെ മോൻ ജോലിയൊക്കെ അങ്ങനെയുണ്ട്, ഇന്ന് 2-3 പോയി അന്വേഷിച്ച് വരാനായിട്ട് ഒന്നുകിലും ഒരു ദല്ലാൾ കാണും, അതല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ഒരാളാണ്. തിരിച്ചതുപോലെ പെണ്ണ് വീട്ടുകാരും ചെറുക്കൻ്റെ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കും, ചെറുക്കൻ വീട്ടുകാരും പെണ്ണ് വീട്ടുകാരെ കുറിച്ചും 2 വീട്ടുകാരെ അന്വേഷിക്കും. ഈ അന്വേഷണത്തിൽ അവിടെ ചെറിയ ഫിൽട്രേഷൻ നടക്കും. ചില ദോഷയുതിർക്കുകൾ നാട്ടിൽ കാണും. അവർ പറയും അത് നിങ്ങൾ വെറുതെ കുഴി ചെന്ന് ചാടല്ലേ, ഇങ്ങനെ ചില ഒരു കുഴപ്പം കാണത്തില്ല, മാന്യമായിട്ട് നല്ല ജീവിക്കുന്നതായിരിക്കും. പക്ഷേ ചില ആളുകളുണ്ട് അവിടെ കല്യാണം മുടക്കികളെന്നാണ് പണ്ട് പറയുന്നത്, അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർ പറയും, അല്ലെങ്കിൽ ചിലർ പറയും കൊള്ളാം കുഴപ്പമില്ല, പക്ഷേ ഒരു പക്ഷേ ഇട്ടേക്കും, ചുമ്മാ ഒരു പക്ഷേ, ആ പക്ഷേക്കകത്തില്ല അവർ എന്തോ കുഴപ്പമുണ്ട്, നമുക്ക് രക്ഷപ്പെടാം, അപ്പോൾ കളയാം. പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ ഇത്തരം ചില സിനിമകളുണ്ട്. ഈ കല്യാണം മുടക്കികളെന്ന് പറഞ്ഞൊരു വിഭാഗം ആ കാലത്ത് ഉണ്ടായതുകൊണ്ട് ഈ വിവാഹം നടക്കാതെ, അതായത് വിവാഹത്തിന് മുമ്പേ പിരിച്ചങ്ങ് വിടും. ഇന്നവർ കാലഹരണപ്പെട്ടു പോയി. ആ ടീം കാലഹരണപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ വിവാഹമോചനം ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. കാരണം ഇപ്പോൾ ആരെങ്കിലും കണ്ട് പരിചയപ്പെട്ട് ഉടനെ സ്നേഹമായി അങ്ങ് കെട്ടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് കെട്ടുന്നു, കാണാൻ ചന്തമൊക്കെ ഉണ്ടോ, വിദ്യാഭ്യാസം ഉണ്ടോ, കെട്ടുന്നു. പിന്നീടാണ് ആളിനെ മനസ്സിലാകുന്നത്. ഈ കല്യാണം കഴിഞ്ഞിട്ടാണ് ആളിനെ മനസ്സിലാകുന്നത്. 3ാമത്തെ ദിവസം മുതലേ ഡൈവോഴ്സിന് വേണ്ടി ശ്രമിക്കുന്ന ടീമുകളാണ്. കാരണം അറിയുന്നില്ലല്ലോ, അവരെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇത് വാട്സാപ്പിൽ കുറച്ച് മെസ്സേജ് അയക്കുന്നതിലൂടെ നമുക്ക് വികാരങ്ങൾ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇമോഷൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അക്ഷരങ്ങളല്ല. നമ്മൾ ഇപ്പം ഞാൻ പിന്നെ ശരീരത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന അക്ഷരങ്ങളല്ല, എൻ്റെ ശബ്ദമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ശബ്ദം ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പം. അതെ, ശബ്ദത്തിലൂടെ നമുക്ക് വികാരം അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ രണ്ടത് പോടാ എന്ന് പറയും. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഡാ 2 അക്ഷരമാണ്. പോടാ ഓടെ പോടാ. ഈ പല അർത്ഥത്തിൽ സ്നേഹത്തോടെ വിളിക്കാം പോടാ, ദേഷ്യത്തെ വിളിക്കാം, പൊട്ടിത്തെറിക്കാം, ഓടാ, ഒരു പകുതി ഇങ്ങനെ എത്ര തരത്തിൽ വിളിക്കാം. ഈ ശബ്ദമാണ് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മീനിങ് തരുന്ന ശബ്ദമാണ്. രഞ്ജിത്ത് നല്ല മനുഷ്യനാണെന്ന് ടൈപ്പ് ചെയ്ത് വെച്ചു, രഞ്ജിത്ത് നല്ല മനുഷ്യനാണ്, ഞാൻ ശാരികയ്ക്ക് മെസ്സേജ് അയച്ചു. അല്ലെങ്കിൽ ശാരിക നല്ല മനുഷ്യനാണ്, നല്ല സ്ത്രീയാ, ഞാനൊരു മെസ്സേജ് ശാരികയ്ക്ക് അയച്ചു. എന്നിട്ട് ഞാനിരുന്ന് വായിക്കുക, ശാരിക നല്ല സ്ത്രീയാ, മീനിങ് മാറിയില്ലേ? എൻ്റെ ശബ്ദം വേറെ അർത്ഥം വേറെ അർത്ഥമാണ് തന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എഴുതി വെച്ച് അയക്കുന്ന മെസ്സേജുകളിലൂടെ നിങ്ങൾ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അത് മൂഢത്തരമാണ്, ഫൂളിഷ്നെസ് ആണ്. ശബ്ദങ്ങളിലൂടെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. ശബ്ദമാണ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ശബ്ദത്തിലൂടെയാണ്, അക്ഷരങ്ങളല്ല, ശബ്ദങ്ങളാണ്. അല്ല, ഞാൻ ഇനി നമ്മളിത് ഇടയ്ക്ക് വിട്ടുപോയതാണ്. വിവാഹത്തിന്റെ കാര്യമാണോ പറഞ്ഞത്? അതെ, മാരേജ് വേണമെന്നാണല്ലോ പറയുന്നത്. അതെ, മാരേജ് വേണമെന്ന് പറയുന്നത്. നമ്മൾ മാരേജ് വേണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം, ശരിക്കും നമ്മൾ ഇപ്പം വീട്ടിനകത്തിരുന്ന് ജോലി ചെയ്യുന്നവർ, നേരത്തെ ഈ പറഞ്ഞ മൊബൈൽ ചെറിയുന്ന കുറച്ച് ആളുകളെ വീട്ടിനകത്തിരുന്ന് ജോലിയുള്ളൂ. മറ്റു പല ജോലികളും എല്ലാവരും പുറത്ത് ജോലി ചെയ്യുന്നു, പല കാര്യങ്ങളിൽ ഇടപെടുന്നു. വർക്ക് പ്രഷർ എന്ന് പറയുന്ന സാധനം എല്ലാ മേഖലകളിലും ഉണ്ട്. ഏറെക്കുറെ എല്ലാ മേഖലകളിലും വർക്ക് പ്രഷറുണ്ട്, സ്ട്രെസ്സുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു സമാധാനമായിട്ടിരിക്കേണ്ട ഒരു ഇടം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വീടാണ്. വീടെന്ന് പറയുമ്പോൾ 5000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഉണ്ടാക്കിയ സിമെൻറ്റ് കെട്ടിയ വീടല്ല. വീട്ടിനകത്തുള്ള ആളുകൾ, അവിടെ നമുക്ക് ഭാര്യയുണ്ടെങ്കിൽ ഭാര്യ, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ, അല്ല അച്ഛനമ്മയുണ്ടെങ്കിൽ അച്ഛനമ്മമാർ, ഇവരെല്ലാവരും അടങ്ങുന്ന ആ ഒരു വീട് എന്ന് പറയുന്ന ഒരു വികാരം, അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷവാനും സമാധാനമായും, അതായത് വീട്ടിൽ വന്ന് കിടന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങുക. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി കറങ്ങി തിരിച്ച് വന്നിട്ട് ഞാൻ ഈ സോഫയിലൊന്ന് വന്ന് റിലാക്സ് ചെയ്തിരിക്കുക, അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തേണ്ട ഇടം. അവിടെ നമുക്ക് ഒരു കമ്പാനിയൻ ഉണ്ടാവണം, നമുക്കൊരു ചെവി ഉണ്ടാവണം, നമ്മൾ പറയുന്നത് കേൾക്കാൻ. തിരിച്ച് അവർക്കും നമ്മൾ ചെവി കൊടുക്കണം. ആ ചെവി കൊടുക്കാൻ ഒരാൾ, അത് ഭാര്യയാവാം, ഒരു സുഹൃത്താവാം, സഹോദരങ്ങളാവാം, ആരും ആവാം, സഹപ്രവർത്തകരാവാം, ആരെങ്കിലും ഒരാൾ. അത് ഏറ്റവും നല്ല സുഹൃത്തുകാരാണ്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുകാരാണ്, അവരുടെ ഇണ തന്നെയാണ്. അതിനപ്പുറം ഒരു സുഹൃത്തുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ബൗണ്ടറികളില്ലാത്തൊരു സൗഹൃദം ആണ് ഇണകൾ, പേർ.
അപ്പോൾ അതുകൊണ്ടാകുന്ന ഏറ്റവും നല്ലൊരു നേട്ടമല്ലേ അങ്ങനെ ഒരാളെ. മാരേജിന്റെ ആവശ്യമുണ്ടോ? മാരേജിന്റെ ആവശ്യം ഉണ്ടോയെന്ന് നിർബന്ധമില്ല. മാരേജ് ഇല്ലാതെ അവർക്ക് ഇണയാവാം. കാരണം ഞാൻ ഇപ്പോഴും ഒന്ന് കണ്ണിച്ചുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ, വന്നിരിക്കുമ്പോൾ ഒരു കമ്പാനിയൻ, ഒരു കേൾക്കാനൊരു ചെവി, സപ്പോർട്ട്, കെയർ, ഇതൊക്കെ വേണം. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് പിന്നെ അവിഹിതങ്ങൾ കൂടുന്നത്? അത് ഇവിടെ സംഭവിക്കുന്നില്ല. ഇവിടെ മറ്റേത് ലീഗലി ഒരു പേപ്പറിൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അത് വിവാഹം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇത് പേപ്പറിൽ സംഭവിക്കുന്നതല്ല, വൈകാരികമായി സംഭവിക്കുമ്പോഴാണ് അത് ഫലവത്താകുന്നത്. രണ്ടും രണ്ടാണല്ലോ. ഒന്ന് സയൻറ്റിഫിക്കലി അവിടെ ഉണ്ട്, പക്ഷേ ഇമോഷണലി അതില്ല എന്ന് പറയുന്ന പോലൊരു സാധനമാണ്. ഈ പറയുന്ന ഇമോഷണൽ ഷെയറിങ്ങോ മറ്റു കാര്യങ്ങളോ ഇവിടെ സംഭവിക്കുന്നില്ല. അല്ല, അയാൾ വർക്ക് പ്രഷറും കൊണ്ട് അവിടെ കുറച്ച് പ്രഷർ തീർത്തിട്ട് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ഇവർ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവിടെ ആൾ ഒന്നുമില്ല. എന്തെല്ലാം കാരണങ്ങളുണ്ടാകാം. നമ്മൾ ഒരാളിൽ നിന്ന് വിട്ടുപോകാൻ നമുക്ക് 100 കാരണങ്ങൾ കണ്ടുപിടിക്കാം. ഒരാളിൽ നിന്ന് നമുക്ക് അകന്നു പോകാൻ നമുക്ക് 100 കാരണങ്ങൾ കണ്ടുപിടിക്കാം. പിന്നെ അകന്നു പോകാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കുന്ന എല്ലാം അതിനുള്ള റീസൺ തന്നെയാണ്. അയാളോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനാണെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, ഞാൻ വിട്ടുപോകത്തില്ല. അതാണായാലും പെണ്ണായാലും. ഞാൻ ഈ ഒരാളിനെ കുറിച്ചല്ല പറയും. അപ്പോൾ അങ്ങനൊരു റീസൺ അവിടെ കണ്ടെത്താൻ കഴിയാത്തതടത്തോളം ആണ് ഈ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ അതിനുള്ള മാർഗങ്ങൾ ഒരുപാടായിപ്പോയി. പണ്ട് മാർഗങ്ങൾ കുറവല്ലേ, മതിൽ ചാടുക എന്ന് പറയും. ഇപ്പം മതിൽ ചാടണ്ട, വീട്ടിനകത്തിരുന്നാൽ മതി. ആൾ ഇവിടെ വരിക, എവിടെ വേണേലും എന്തെങ്കിലും കൂടെ കാര്യങ്ങൾ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളും കൂടെ, അതുകൊണ്ടാണ് ഈ അവിഹിതം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ അതൊരു പ്രാബല്യത്തിൽ ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെ ഒരു പ്രസക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുക, സ്പ്രേ പോലെ അലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഞാൻ പറയാം, ശരിക്കും മാരേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബം, അതായത് അടുത്ത തലമുറയെ സൃഷ്ടിക്കുക. അത് നമ്മുടെ വസ്തുവകകൾ, കുടുംബം, അത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കുക, അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. അന്യാധീനപ്പെടുക എന്നുള്ള വാക്കുകളൊന്നും ഇപ്പം ഉപയോഗിക്കാറില്ല. അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം. അപ്പോൾ ഈ അടുത്ത തലമുറ നമ്മുടെ തലമുറയിലേക്ക് കൈമാറപ്പെടും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കുടുംബം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. ഇപ്പോൾ ലിവിങ് ടുഗദർ ആയി, അല്ലെങ്കിൽ മറ്റേ എന്തൊക്കെ അതിന് വേറെ ചില പേരുകളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ആ തരത്തിലേക്ക് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിവാഹം എന്ന കോൺസെപ്റ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോയി. ഇത് വെറും സെക്സിന് വേണ്ടിയിട്ടുള്ള മാത്രമായിട്ടുള്ള സംവിധാനമായിട്ട് മാറി. ആർക്കും കുട്ടികൾ വേണ്ടല്ലോ. ഒന്നാമത്തെ ആദ്യമേ ചിലർ തീരുമാനിക്കുന്നു വിവാഹം എന്ന് പറയുന്ന കൺസെപ്റ്റേ വേണ്ട, എനിക്ക് കുറച്ച് നാളാരെങ്കിലുമായിട്ട് ജീവിക്കാൻ. അത് കഴിയുമ്പോൾ കാറ് മാറുന്ന പോലെ, മൊബൈൽ ഫോൺ മാറുന്ന പോലെ ഇണയെ മാറാം. ഈ ഇന്നത്തെ കാലത്ത് അതാണ്. പുതിയൊരു മോഡൽ വരുമ്പോഴത്തേക്ക് ഈ പഴയ മോഡൽ മാറ്റിയിട്ട് അടുത്ത മോഡലിലേക്ക് പോകാം. അത് കാറും മൊബൈൽ ഫോണും ഇണയും അങ്ങനെയായിട്ട് കമ്പാനിയനും അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ കുട്ടികൾ വേണ്ട, കുട്ടികളൊരു ബാധ്യതയാകും. കുട്ടികൾ വേണ്ട, സ്വന്തമായിട്ട് വീട് വേണ്ട. സ്വന്തമായൊരു വീട് മലയാളിയുടെ ഭയങ്കരമായ നെഞ്ചുള്ളൊരു സ്വപ്നവും വികാരവുമായിരുന്നു, സ്വന്തമായൊരു വീട്. ഇന്ന് അത് ഈ തലമുറയിൽ ഒരു നല്ല ശതമാനം വീടുകൾ കിടക്കാണ് എല്ലായിടത്തും. തിരുവല്ല, പത്തനംതിട്ട, അടൂർ, ആലപ്പുഴയൊക്കെ വീട് വെറുതെ ഉണ്ടാക്കിയ വീടുകൾ, അവിടെ ആരും ഇല്ല താമസിക്കാൻ. അത് നേരത്തെ ഉണ്ടാക്കിയ വീടുകൾ. ഇപ്പോഴത്തെ തലമുറയിൽ പലരും ഈ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഇപ്പോൾ സ്വന്തമായിട്ട് വീട് വേണ്ട, അവർക്കും ഈ പറഞ്ഞ ഔട്ട്സോഴ്സിംഗ് പോലുള്ള റെന്റഡാണ്, ഉപയോഗം കഴിഞ്ഞ് കളയുക എന്നുള്ള തരത്തിലേക്കാണ്. അതും ഒരു ബാധ്യതയാകുന്നില്ല. അങ്ങനെ പല ബാധ്യതകളും ഏറ്റെടുക്കാൻ ആരെങ്കിലും തയ്യാറാവാത്തത് കൊണ്ടാണ് പല ഈ സാധനങ്ങളെല്ലാം വേണ്ടത്. ഇപ്പോൾ വിവാഹം അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാത്ത ഒരു സൊസൈറ്റി വരുമ്പോൾ നെക്സ്റ്റ് ജനറേഷനിലൊക്കെ എന്താകും ഇവിടുത്തെ പോക്ക്? ഇവിടുത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ, വിദ്യാഭ്യാസത്തിലെ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ, സാമൂഹ്യപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെ മൊത്തം പൊളിച്ചെഴുതേണ്ടി വരും. അതെ, കഴിഞ്ഞ 2 തലമുറയ്ക്ക് മുമ്പ് പഠിച്ചിരുന്ന ഉണ്ടായിരുന്ന അവസ്ഥ, സാമൂഹ്യ അവസ്ഥയിൽ പഠിച്ചിരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടത്. അതെ, ടോട്ടലി മാറ്റേണ്ടി. ഇപ്പോഴത്തെ തലമുറയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജെൻസി നല്ല കുട്ടികളല്ലേ? ജെൻസികൾ നല്ല കുട്ടികളാണ്, പക്ഷെ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും നല്ലത് കേൾക്കാനും താല്പര്യമില്ലാത്തൊരു അവസ്ഥയുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ റെസ്പെക്ട് എൽഡേഴ്സ്, പ്രൊട്ടക്ട്, അതായത് മുതിർന്നവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. മുതിർന്നവരാരും ഇപ്പം എൻ്റെ അച്ഛനാവട്ടെ എന്നെ നശിക്കണമെന്ന് വിചാരിച്ച് എന്നെ ഒരു കാര്യം പറഞ്ഞു തരത്തില്ല. ഞാൻ എൻ്റെ മകനാകട്ടെ അവൻ നശിക്കണമെന്ന് വിചാരിച്ച് ഒരു കാര്യം പറയത്തില്ല. ശരിക്കും ഈ നമ്മുടെ നാടൊക്കെ ഉറപ്പിച്ച് നടന്ന വീരപ്പൻ പോലും, വീരപ്പൻ്റെ മകന് നാളെ മുതൽ നീ ആനയെ പിടിക്കാൻ പോകുന്നതായിരിക്കത്തില്ല ഇവിടുന്ന്, അവന് പറ്റുമെങ്കിൽ എഞ്ചിനീയറിംഗ് വിടാനായിരിക്കും അവന് ശ്രമിക്കുക, അയാൾ ശ്രമിക്കുക അല്ലേ? അപ്പോൾ അതുകൊണ്ട് മുതിർന്നവർ പറയുന്നത് അനുസരിക്കാതെ വളരുന്ന ഒരു സമൂഹം എന്തായി തീരും എന്നെനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് അവരുടേതായ ചിന്തകൾ കൊണ്ട് വേറൊരു നല്ലൊരു ലോകം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ കാഴ്ചയിൽ അതല്ല കാണുന്നത്, വേറെ അവരുണ്ടാക്കിപ്പെടുന്ന ലോകം. വാർത്തകൾ അങ്ങനെയാണ് വരുന്നത്. ഒരു ബ്രേക്കപ്പ് ആകുമ്പോൾ പ്രണയ നൈരാശ്യത്തിൽ മരിക്കുക,
ഈ പിള്ളേർ കാണിക്കുന്ന ചില കാര്യങ്ങൾ ഒന്നാമത് എനിക്കൊന്ന് ഡ്രഗ്സിൻ്റെ ഉപയോഗം അവരുടെ ചിന്തകളെ വല്ലാണ്ട് മാറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മളൊക്കെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയോട് സംസാരിക്കണമെങ്കിലോ അടുത്ത് ഭയങ്കരമായിട്ട് പേടിക്കണമായിരുന്നു. ഒരുപാട് ചേട്ടന്മാരെയൊക്കെ പേടിക്കണം, അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ തന്നെ വളരെ ഇപ്പം അങ്ങനെ ഒന്നും ഇല്ലല്ലോ, വളരെ ക്ലോസ് ആയിട്ട് അവർ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലുള്ള ഈ ഡ്രഗ്സ് പോലുള്ള സാധനങ്ങൾ വളരെ അവൈലബിൾ ആണ്. നമുക്കൊരു സിഗരറ്റ് പാത്തും പതുങ്ങി ഒരു സിഗരറ്റ് വലിക്കേണ്ട ഒരു കാലത്ത് ഇപ്പം എന്ത് ഉപയോഗിക്കുന്നതിൽ ആരും പേടിക്കേണ്ടത് ഉപയോഗിക്കാമെന്ന് അങ്ങനത്തെ ഒരു കാലം വന്നപ്പോഴത്തേനും അവരുടെ ചിന്താഗതികളെല്ലാം മാറി. നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അവരുടെ കാഴ്ചപ്പാടുകൾ എങ്ങോട്ടാണ് പോകുന്നത്. അതാ ഞാൻ ചോദിച്ചത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു മുൻഷിയുടെ അച്ഛൻ്റെ അമ്മയുടെയും ബർത്ത്ഡേ ഒരുമിച്ചുള്ള ബർത്ത്ഡേ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അച്ഛൻ്റെ അമ്മയുടെ അല്ല, എൻ്റെ ബർത്ത്ഡേ. ഓ, അച്ഛനും അമ്മയായിട്ട് ആഘോഷിക്കാൻ പോയതാണ്, കേക്കൊക്കെ കട്ട് ചെയ്ത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛനും അമ്മയും ഞാനും മാത്രമായിട്ട് എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അങ്ങനെ ഒരു ആഘോഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ എല്ലാവരും കൂടെ കൊണ്ട് കേക്ക് കട്ട് ചെയ്തൊക്കെ ഉണ്ട്, പക്ഷെ അവരോടൊപ്പം എനിക്ക് ചെലവഴിച്ച എൻ്റെ ജന്മദിനം ആദ്യമായിട്ടാണ്. അപ്പോൾ അത് നമ്മളിൽ എന്നിൽ ഒരു ചിന്ത ഉണ്ടാക്കിയ കാരണം ഇന്നത്തെ കാലത്ത് മക്കൾ അച്ഛനമ്മമാരുടെ ബർത്ത്ഡേ സെൽഫിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ റീൽസിന് വേണ്ടിയിട്ടുമാണ് കൂടുതൽ ആഘോഷിക്കുന്നത്. അച്ഛനമ്മമാരുടെ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായി ഇപ്പോഴത്തെ തലമുറയുടെ. ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയുമല്ല, പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മക്കളുടെ പ്രാധാന്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം ഇന്നും അവരോടൊപ്പം ആഘോഷിക്കണമെന്ന് അല്ലെങ്കിൽ അവരോടൊപ്പം പോയി അതൊരു നിമിഷം സന്തോഷം പങ്കിടണമെന്ന് താങ്കൾ ആഗ്രഹിച്ചു, അങ്ങോട്ട് പോയി. മറിച്ച് ഇന്നത്തെ കുട്ടികൾ അച്ഛനെ തല്ലുന്നു, അമ്മയെ തല്ലുന്നു, അമ്മയുടെ വാരിയെല്ലാം അടിച്ചൊടിക്കുന്നു, അല്ലെങ്കിൽ അവരെ വളരെ ലാഘവത്തോടെ കൊന്നു കളയുന്നു. എന്നിട്ട് തലയും കുനിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ഒരു കണ്ണീരോ ഒരു വികാരങ്ങളോ വിക്ഷുബ്ധതയോ ഇല്ലാതെ പോലീസ് സ്റ്റേഷനിലും ജയിലുകളിലേക്കും പോകുന്നു. ഇപ്പം നമുക്ക് അഫാൻ്റെ കേസ് അറിയാം, കഴിഞ്ഞ 1 വർഷം മുമ്പ് നടന്നത്. എല്ലാവരെയും കൊന്നു. എൻ്റെ ഉമ്മയെ കൊന്നു, കാമുകിയെ കൊന്നു, അനിയനെ കൊന്നു. എന്നിട്ട് മാന്യമായിട്ട് മാറിയിരുന്ന് മന്തി മേടിച്ച് കഴിച്ചു. എൻ്റെ പ്രായം എന്ന് പറയുന്നത് 18 19 വയസ്സ് 20 വയസ്സേ കണ്ടു, 20-21 വയസ്സേ ഉള്ളവൻ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്കാണോ നമ്മുടെ പോക്ക്? അതാണ് ഈ വികാരങ്ങൾ നഷ്ടപ്പെട്ടു. ശരിക്കും വൈകാരികമായുള്ള ബന്ധങ്ങളുടെ വൈകാരികത പോയി. ഇവർക്ക് തന്നെ വികാരങ്ങളില്ല. എല്ലാം ഈ മനുഷ്യന് കല്ലായി മാറുന്നു എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ അമ്മയെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ, അമ്മയെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 2 അക്ഷരമുള്ളൊരു വാക്കല്ല. അപ്പോൾ എപ്പോഴും ഒരു വല്ലാത്ത വികാരമാണ്. കാരണം അവരൊക്കെ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ പഠിച്ച ബാല്യത്തിലൊക്കെ ചിലപ്പോൾ അമ്മയായിട്ടൊക്കെ നമ്മൾ വഴക്കിടുകയൊക്കെ നമുക്കറിയില്ല. പിന്നീട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അമ്മ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 5 മക്കളുണ്ട്. ഈ ഓരോരുത്തർ വളർന്ന് ഓരോ സ്റ്റെപ്പ് അവരവരുടെ കാര്യങ്ങൾ നോക്കാറാകുമ്പോഴത്തേക്ക് അടുത്ത കുഞ്ഞുങ്ങളാകുക. ഇവർ നമ്മളെക്കാൾ മുമ്പ് എഴുന്നേൽക്കുകയും നമുക്ക് ശേഷം മാത്രം ഉറങ്ങുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് അമ്മയെ കാണുന്നത്. പിന്നെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട മക്കൾക്കും അച്ഛനും ഇടയിൽ കിടന്ന് വിഷമിക്കുന്ന ഒരമ്മ. കാരണം അന്നത്തെ അമ്മമാര് കാരണം മക്കൾ ഒരു മാതിരി ഹറാമ്പറപ്പോ അങ്ങനെ കാണിക്കുമല്ലോ. ഇത് അച്ഛൻ അറിഞ്ഞാൽ പ്രശ്നം, എന്നാൽ അച്ഛനെ അറിയിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ തമാശയായിട്ട് പറയും, അച്ഛനിടയ്ക്ക് പിന്നെ പാലക്കാടേക്ക് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ ഞങ്ങൾ 4 ആൺപിള്ളേരാണ്, ഏറ്റവും ഇളയാണ് മോൾ. അപ്പോൾ അതിൽ ഞങ്ങൾ ആദ്യം 3 പേരും ഏകദേശം വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല, ശാരീരികമായും എല്ലാം ഒരുപോലൊക്കെ തന്നെ. ഞങ്ങൾ അച്ഛനില്ലല്ലോ, അച്ഛനില്ലാത്തപ്പോൾ പിന്നെ നമ്മുടെ ലോകം നമ്മൾ കിടന്നങ്ങ് മേയായിരിക്കും അവിടെ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അത് പറഞ്ഞനുസരിക്കത്തില്ല, അത് ചെയ്യത്തില്ല, പിന്നെ നമ്മൾ പഠിക്കത്തില്ല അങ്ങനെ. അപ്പോൾ അമ്മ എഴുതി വയ്ക്കുക കുറ്റങ്ങൾ. ജിത്ത് 8 കുറ്റം, പൊടിമോൻ 6, ദീപ് 4. എന്നിട്ട് അച്ഛൻ ഒരു സെക്കൻഡ് സാറ്റർഡേ മറ്റോ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം എടുത്ത് കൊടുക്കുക, ഇതെല്ലാം കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ പുള്ളിക്കാരൻ വടിയെടുത്ത് വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും നേരത്തെ ഇരുന്ന് ശിഷ്ടാകര പരിപാടികൾ നടപടികളാണ്. അടിയെന്ന് പറഞ്ഞാൽ നല്ല അടി അടിച്ച് കരയുമ്പോഴത്തേക്ക് അടിച്ച് ഭയങ്കര കരച്ചിലായിരിക്കും. കരയുമ്പോഴത്തേക്ക് അമ്മ അവിടെ നിന്ന് കാല തല്ലി കൊല്ലല്ലേ എന്ന് അച്ഛനോട്, കാല പിള്ളേരെ തല്ലി കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ കിടും വേണം. അപ്പോൾ എന്നാൽ ഇത് പറയാതിരി, അത് പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് അവരെ നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ട്. കാരണം ഒരു അമ്മ അവിടെ കിടന്നിട്ട് ഈ 4 എണ്ണത്തിനെ കൂടെ ഇട്ട് മേയ്ക്കാനായിട്ട് കിടന്ന് പാടുപെട്ട് അവർ സഹികെട്ടിട്ടാണ് അച്ഛൻ വരുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്നാൽ അടിക്കുന്ന കാണുമ്പോൾ അവർക്ക് സഹിക്കത്തില്ല, അവരെല്ലാം അമ്മ ഉണരും. അപ്പോൾ ഞാനിത് അങ്ങനെ ഈ അച്ഛനെയും മക്കളുടെ ഇടയിൽ കിടന്ന് വേദനിക്കുന്ന ഒരു പ്രതിഭാസം നേരത്തെ പറഞ്ഞില്ലേ ആ അമ്മ. ഇങ്ങനെയൊക്കെ കണ്ടു വളർന്ന ഒരാളിന് അമ്മയും അച്ഛനെയും ഒന്നും നമുക്കൊന്നും. പിന്നെ എന്നെ അച്ഛനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ലക്ഷ്യം
സതുദ്ദേശപരമായിരുന്നു ഞങ്ങളെല്ലാം നന്നാകുക എന്നുള്ളതായിരുന്നു. ഞങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. ഞാനൊക്കെ അടി കൊണ്ട് വളർന്ന ഒരാളാണ്. അതെ അതെ, ഞാനൊക്കെ നന്നായി അമ്മയൊക്കെ അടിക്കുമായിരുന്നു. പക്ഷെ അന്നും അത് ഈ പറയുന്ന സതുദ്ദേശം മാത്രമാണ്. ഒരിക്കലും ഒരമ്മയോ അച്ഛനോ മക്കളെ തല്ലുന്നത് അവർ ഹൃദയം പൊട്ടിക്കൊണ്ട് തന്നെയാണ് തല്ലുന്നത്, നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ഈ ശിക്ഷാ നടപടികളൊക്കെ മാറ്റി. ഇപ്പോൾ വീണ്ടും ചുരുൾ കഷായം വേണമെന്നൊരു അഭിപ്രായം വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവരുന്നുണ്ടെന്ന് കേട്ടത്. പക്ഷേ അത് തല്ല് പിന്നെ അതൊരു പീഡനമായി മാറി. അതായത് അധ്യാപകൻ ഒരു കുഞ്ഞിൻ്റെ നേരെ അവൻ്റെ ഒരു ബാഗ് പരിശോധിക്കാനോ അവൻ ആബ്സെൻ്റ് ആയത് എന്താണെന്ന് കടുപ്പിച്ചൊന്ന് ചോദിക്കാനോ ക്ലാസ്സിൽ നിന്നൊന്ന് ഇറക്കി വിട്ട് ഒരു ശിക്ഷാ നടപടി കൊടുക്കാനോ പറ്റാത്തൊരവസ്ഥയായി മാറി. അതായത് പണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഹോംവർക്ക് ചെയ്തില്ല, നീട്ടടാ കൈ, ചൂരിൽ വെച്ച് 2 അടി. എൻ്റെയൊക്കെ കാല് പൊട്ടിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അടി മേടിച്ച്. ഇന്ന് ഞാൻ ഓർക്കുന്നു. പക്ഷേ ഞാൻ ആ വിഷയത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച്. ഇന്നും ആ അധ്യാപനോട് എനിക്ക് അതിരി കവിഞ്ഞ സ്നേഹമാണ്. ആ ഒരു ഫീലിങ്സ് കുട്ടികളില്ല, പകരം വൈരാഗ്യമായി മാറി. തല്ലിയ അധ്യാപകനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുന്ന ലെവലിലേക്ക് കുട്ടികൾ മാറി. പണ്ട് നമ്മൾ തമാശ പറഞ്ഞ് ചിരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങളുടെയൊക്കെ ടീനേജിൽ ഞങ്ങൾ പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. അതിന്ന് പ്രാവർത്തികമായി. അല്ല, ഒരു പരിധിവരെ അതിനകത്ത് അച്ഛനും അമ്മയ്ക്കും റോള് ഇല്ലാതില്ല ഈ മക്കളിങ്ങനെ ആകുന്നുണ്ട്. കാരണം അവർ ഓരോ വ്യക്തികളാണ്, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അവർ സ്വയം പര്യാപ്തരാകാൻ വേണ്ടി അവരെ മാറ്റിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു കാര്യത്തിൽ ഇടപെടാതെ അവരെ ഇങ്ങനെ അങ്ങ് സ്വന്തം ഇഷ്ടപ്രകാരം വിട്ട് അത് വഷളാക്കുക എന്ന് തന്നെ പറയാം. അവരെ നിയന്ത്രിക്കേണ്ടടുത്ത് കൃത്യമായി നിയന്ത്രിക്കുക. അവർക്കൊരു തിരിച്ചറിവും വിവേകവും ഉണ്ടാകുന്നത് വരെ അവരുടെ കൂടെ നിൽക്കേണ്ടതാണ്. അല്ലാതെ അവർ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രത്യേകിച്ച് സമയമില്ല. അച്ഛനും അമ്മയും ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും, അവർക്ക് ശ്രദ്ധിക്കാൻ സമയം കാണത്തില്ല. അതിൻ്റെ ഒരു കാരണം വേറെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ പോലും ഇവർ ഈ വളർത്തുദോഷം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് തന്നെയാണ് പ്രധാനമായിട്ടും.